നമസ്കാരം കൂട്ടുകാരെ, സീക്രട്ട് വിസ്ഡത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർ നിങ്ങളെ പരിഹസിക്കുകയോ തരം താഴ്ത്തി കാണുകയോ ചെയ്തിട്ടുണ്ടോ? ആ നിമിഷം എന്ത് മറുപടി നൽകണമെന്നറിയാതെ നിങ്ങൾ പകച്ചു നിന്നിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ വലിയ നേതാക്കളും ഇപ്പോൾ സക്സസ്ഫുള്ളായി നിൽക്കുന്ന മനുഷ്യരും അവരെ നേരിടുന്നത് വാക്കുകൊണ്ടോ കായികബലം കൊണ്ടോ അല്ല. അവർ ഉപയോഗിക്കുന്ന 12 രഹസ്യ നിയമങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ പതറാതെ ഒരു അടി പോലും ഉണ്ടാക്കാതെ എങ്ങനെ വിജയിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തുടങ്ങാം. നിയമം 1. നിങ്ങളുടെ ബുദ്ധിയെ ഒരു വാളിനേക്കാൾ മൂർച്ചയുള്ളതാക്കുക. യഥാർത്ഥ ശക്തി ശരീരത്തിലല്ല, മറിച്ച് നമ്മുടെ ചിന്തകളിലാണ്. ആരെങ്കിലും നിങ്ങളോട് തർക്കിക്കാൻ വരുമ്പോൾ ദേഷ്യപ്പെടാതെ ബുദ്ധിപൂർവ്വം പ്രതികരിക്കുക. സമാധാനമായി ചിന്തിക്കുന്നവനാണ് എപ്പോഴും വിജയം കണ്ടെത്തുന്നത്. ഇതിനായി ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക. ഓർക്കുക, ബുദ്ധി ഒരു ആയുധമാണ്, അത് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഉറങ്ങുന്ന ബുദ്ധിയുള്ളവനെ ലോകം എപ്പോഴും മിസ്യൂസ് ചെയ്യും. ഉണർന്നിരിക്കുന്ന ബുദ്ധിയുള്ളവൻ ഒരിക്കലും ആർക്കും ഇരയാകില്ല. നിങ്ങളുടെ മനസ്സ് ഒരു കോട്ടയാണ്. ആ കോട്ടയ്ക്കുള്ളിലേക്ക് ആരെ കടത്തണം, ആരെ തടയണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. ആ തീരുമാനം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. നിയമം 2. സമാധാനത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്താക്കുക. യുദ്ധത്തിൽ ജയിക്കുന്നത് ഉറക്കെ നിലവിളിക്കുന്നവനല്ല, മറിച്ച് ശാന്തനായി കൃത്യസമയത്ത് കൃത്യമായി നീക്കം നടത്തുന്നവരാണ്. നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെട്ടാൽ മറ്റുള്ളവർ ആ ബലഹീനത മുതലെടുക്കും. ദേഷ്യം ഒരു തുറന്ന വാതിലാണ്. ആ വാതിലിലൂടെ ശത്രു നിങ്ങളിലേക്ക് കടന്നു വരും. ആ വാതിൽ അടച്ചിടുക. സമാധാനമാണ് നിങ്ങളുടെ യഥാർത്ഥ കവചം. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അവിടം വിട്ടുപോകുന്നത് നിങ്ങളുടെ വിജയമാണ്. കാരണം നിങ്ങളുടെ എനർജി നിങ്ങൾ ലാഭിച്ചു. ആ ഊർജം നിങ്ങളുടെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുക. ഓർക്കുക, ചെളിയിലിറങ്ങി കളിക്കുന്നവൻ വൃത്തിഹീനനാകും. ചെളിയിൽ നിന്ന് അകന്നു നിൽക്കുന്നവൻ ശുദ്ധനായി തന്നെ നിൽക്കും. ആരെങ്കിലും നിങ്ങളെ ചെളിയിലേക്ക് വലിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ക്ഷണം നിരസിക്കുക. അതാണ് ബുദ്ധിമാൻ ചെയ്യുന്നത്. നിയമം 3. കൈകൾ കൊണ്ടല്ല, വാക്കുകൾ കൊണ്ട് പ്രഹരിക്കുക. ഏറ്റവും മൂർച്ചയുള്ള ആയുധം നിങ്ങളുടെ നാവാണ്. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ ശാന്തമായി നീ ചെയ്യുന്നത് നിന്റെ ബലഹീനതയാണ് കാണിക്കുന്നത് എന്നൊരു വാക്ക് പറഞ്ഞാൽ അവർ നിസ്സഹായരാകും. കുറച്ചു മാത്രം സംസാരിക്കുക, എന്നാൽ ആ സംസാരം നല്ല ആഴത്തിലുള്ളതും അർത്ഥമുള്ളതുമാക്കുക. നിങ്ങളുടെ ഓരോ വാക്കും ഒരു ആഘാതമായി മാറണം. നിയമം 4. ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. ക്ഷമയുള്ളവന് സമയത്തെ പോലും തനിക്ക് അനുകൂലമാക്കാം. ആരെങ്കിലും പ്രകോപിപ്പിക്കുമ്പോൾ മറുപടി നൽകുന്നതിന് മുമ്പ് ഒരു 5 സെക്കൻഡ് ചിന്തിക്കുക. ദീർഘശ്വാസം എടുക്കുക. ആ ഒരു നിമിഷത്തിന്റെ ഇടവേള നിങ്ങളെ ഒരു ബുദ്ധിമാനും ശത്രുവിനെ ഒരു മൂഢനുമാക്കി മാറ്റും. ക്ഷമയോടെ കാത്തിരുന്നാൽ എതിരാളികൾ താനെ തളർന്നു പോകും. ക്ഷമ ഒരു ദൗർബല്യമല്ല, അതൊരു ഉഗ്രശക്തിയാണ്. ലോകത്തിലെ ഏറ്റവും ബലവാന്മാർ ക്ഷമയുള്ളവരായിരുന്നു. ക്ഷമ നഷ്ടപ്പെട്ടവർ ക്ഷണനേരം കൊണ്ട് തകരും. നിയമം 5. ഊർജം ശരിയായ കാര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. ഒരു സിംഹം ഒരിക്കലും കുരയ്ക്കുന്ന നായ്ക്കളോട് പ്രതികരിക്കാറില്ല. എല്ലാ വഴക്കുകളും ആവശ്യമുള്ളതല്ല. ചിലർ നിങ്ങളുടെ ശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടി മാത്രം വഴക്കുണ്ടാക്കും. ആ കെണിയിൽ വീഴരുത്. നിങ്ങളെ താഴേക്ക് വലിക്കുന്നവരെ അവഗണിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളെ ഇന്ന് പരിഹസിക്കുന്നവർ തന്നെ നാളെ നിങ്ങളെ പുകഴ്ത്തും. അതാണ് ലോകത്തിന്റെ രീതി. ഇന്ന് ആ പരിഹാസം നിങ്ങളുടെ ഇന്ധനമാക്കുക, നിങ്ങളുടെ ജ്വലനമാക്കുക. നിയമം 6. മൗനത്തെ ആയുധമാക്കുക. ശബ്ദമില്ലാത്ത ആഴക്കടലിനാണ് ശക്തി കൂടുതൽ. എല്ലാത്തിനും മറുപടി നൽകേണ്ടതില്ല. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ എതിരാളികൾ ആശയക്കുഴപ്പത്തിലാകും. അവർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും. ആ ശ്രമം അവരെ തളർത്തും. മൗനം ഒരു ഭാഷയാണ്, ഏറ്റവും ശക്തമായ ഭാഷ. സിംഹം ആക്രമിക്കുന്നതിന് മുമ്പ് വരെ നിശബ്ദനായിരിക്കുക. ആ നിശബ്ദതയ്ക്കാണ് ഭയം ജനിപ്പിക്കാനുള്ള ശേഷി. കുറച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് മൂല്യം കൂടും. ഓർക്കുക, സ്വർണം ധാരാളമായി കിട്ടുന്നിടത്ത് അതിന്റെ വില കുറയും. ദുർലഭമായ ഇടത്ത് വിലപ്പെട്ടതാകും. നിങ്ങളുടെ വാക്കുകൾ ദുർലഭമാക്കുക. നിയമം 7. ശത്രുവിനെ അവരുടെ തന്നെ തന്ത്രത്തിൽ വീഴ്ത്തുക. മറ്റുള്ളവർ നിങ്ങൾക്കായി കുഴിക്കുന്ന കുഴിയിൽ അവർ തന്നെ വീഴുന്ന സാഹചര്യം ഒരുക്കുക. പ്രകോപിതനാകാതെ ശാന്തനായി നിരീക്ഷിക്കുക. ശത്രു എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് നീങ്ങുന്നു, എന്താഗ്രഹിക്കുന്നു, ഇതെല്ലാം ശ്രദ്ധിക്കുന്നവൻ
ഒരിക്കലും ഓടിക്കിതക്കില്ല, ഒരിക്കലും തോൽക്കില്ല. ഏറ്റവും വലിയ പ്രതികാരം അവരെക്കാൾ ഉയരത്തിൽ വളരുക എന്നുള്ളതാണ്. നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവർ ദിവസവും ഒരു നാൾ നിങ്ങളെ നോക്കി നോക്കി കൈകൂപ്പി നിൽക്കേണ്ടി വരും. ആ ദിവസം നിങ്ങൾ ദേഷ്യം കൊള്ളരുത്. ആ ദിവസം നിങ്ങൾ ചിരിക്കണം. കാരണം ആ ചിരിക്ക് 1000 ആയുധങ്ങളുടെ ശക്തിയുണ്ട്. നിയമം 8. സ്വയം കരുത്തരാവുക. ശാരീരിക കരുത്തിനേക്കാൾ മാനസിക കരുത്തും ആത്മവിശ്വാസവുമാണ് പ്രധാനം. നിങ്ങളുടെ ബലഹീനതകളെ നിങ്ങളുടെ കരുത്താക്കി മാറ്റുക. കൽക്കരി ഭൂമിക്കടിയിൽ ദശലക്ഷക്കണക്കിന് വർഷം ഞെരിക്കപ്പെടുന്നു. ആ ഞെരിക്കൽ കൊണ്ടാണ് അത് വജ്രമാകുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ നിങ്ങളെ തകർക്കുന്നില്ല, നിങ്ങളെ വജ്രമാക്കി മാറ്റുകയാണ്. ഒരാൾ നിങ്ങളെ നേരിടുന്നതിന് മുൻപ് 2 തവണ ചിന്തിക്കുന്ന തരത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം വളർത്തുക. ആ വ്യക്തിത്വം ഒരു ദിവസം കൊണ്ട് ഉണ്ടാകില്ല. ദിവസവും അല്പമല്പമായി ഒരു ചുവർ ഒരു കല്ല് വെക്കുന്നത് പോലെ നിങ്ങൾ സ്വയം പടുതുയർത്തുക. നിയമം 9. നിങ്ങളുടെ നീക്കങ്ങൾ രഹസ്യമായി വെക്കുക. യഥാർത്ഥ പോരാളിത്തന്റെ അടുത്ത നീക്കം ആരെയും അറിയിക്കില്ല. ലക്ഷ്യം നേടുന്നതുവരെ നിങ്ങളുടെ പദ്ധതികൾ രഹസ്യമായി വെക്കുക. ആർക്കെങ്കിലും പദ്ധതി പറഞ്ഞു കൊടുക്കുന്ന നിമിഷം ആ ലക്ഷ്യം ദുർബലമാകുന്നു. കാരണം ചിലർ സ്വന്തം ഇഷ്ടക്കേട് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഇല്ലാതാക്കാൻ ശ്രമിക്കും. ചിലർ ഇല്ലാത്ത ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. പെട്ടെന്നുള്ള വിജയമാണ് ലോകത്തെ ഞെട്ടിക്കുന്നത്. അതിനു മുൻപ് നിശബ്ദനായി പ്രവർത്തിക്കുക. ഫലം കൊണ്ട് ലോകത്തെ ഞെട്ടിക്കുക. നിയമം 10. വികാരങ്ങളല്ല, ഫലങ്ങളാണ് കാണിക്കേണ്ടത്. നിങ്ങളുടെ സങ്കടങ്ങൾ ലോകത്തിനു മുന്നിൽ വിളിച്ചു പറയുന്നത് നിങ്ങളെ ദുർബലനാക്കും. ആർക്കെങ്കിലും നിങ്ങളോട് അവഗണനയോ ദ്രോഹമോ ഉണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് തെളിയിക്കേണ്ടതില്ല, ജ്വലിച്ചുകൊണ്ട് തെളിയിക്കണം. വാക്കുകൾക്ക് പകരം വിജയങ്ങൾ കൊണ്ട് മറുപടി നൽകുക. ഒരു ഉത്തരമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങളാണ്. ആ നേട്ടങ്ങൾ ഒരു വാദത്തേക്കാൾ, ഒരു തർക്കത്തേക്കാൾ ശക്തമാണ്. ലോകം ചെവി കൊടുക്കുന്നത് കരഞ്ഞവർക്കല്ല, വിജയിച്ചവർക്കാണ്. നിയമം 11. ഓരോ ബന്ധത്തിലും അതിർവരമ്പുകൾ നിശ്ചയിക്കുക. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് സ്വന്തം ആത്മാഭിമാനം നഷ്ടപ്പെടും. നോ എന്ന് പറയേണ്ടടുത്ത് അത് ഉറപ്പിച്ചു പറയുക. ആ ഒറ്റ വാക്ക് നിങ്ങളെ ഒരു ദാസനിൽ നിന്നും ഒരു നേതാവാക്കി മാറ്റും. നിങ്ങളുടെ അതിർവരമ്പുകൾ നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. ഓർക്കുക, ആർക്കും ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ആദരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഇഷ്ടം ചോദിക്കുന്നവൻ കൊടുക്കുന്നത് ദൗർബല്യമാണ്. ആദരമാർജിക്കുന്നവന് കൊടുക്കുന്നത് ശക്തിയാണ്. ആ ശക്തി നിങ്ങളിൽ ഉണ്ടാക്കുക. നിയമം 12. പരാജയത്തെ ഒരു ഭാരമായിട്ടല്ല, ആയുധമായി കാണുക. തോൽവികളിൽ നിന്നും പഠിക്കുന്നവനാണ് അടുത്ത വിജയത്തിന്റെ തറക്കല്ലിടുന്നത്. തെറ്റുകൾ അംഗീകരിക്കുക, അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വീണ്ടും എഴുന്നേൽക്കുക. ഒരു മരം ഏറ്റവും ഉയർന്നു വളരുന്നത് ഭൂമിക്കടിയിൽ ആഴത്തിൽ വേരൂന്നിയത് കൊണ്ടാണ്. ആ വേരുന്നേൽ ഓരോ പരാജയമാണ്, ഓരോ തകർച്ചയാണ്. ആ ആഴമില്ലെങ്കിൽ ഉയരമുണ്ടാകില്ല. നിങ്ങളുടെ അവസാന വിജയം മാത്രമാണ് ലോകമോർക്കുക. ഇടയ്ക്കുള്ള തോൽവികൾ ഒരിക്കലും ലോകമോർക്കില്ല. അതുകൊണ്ട് ഓരോ വഴക്കിനെക്കുറിച്ചും ഓരോ അപമാനത്തെക്കുറിച്ചും പേടിക്കേണ്ടതില്ല. ഒടുക്കത്തിൽ നിൽക്കുക, ആ ഒടുക്കം നിങ്ങളുടേതാക്കുക. കൂട്ടുകാരെ, ഈ 12 നിയമങ്ങൾ കേൾക്കാൻ ലളിതമാണ്. എന്നാൽ ജീവിതത്തിൽ പകർത്തുക എന്നത് ഒരു തപസ് പോലെയാണ്. ദിവസവും ഓർക്കുക, ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ ആദ്യം സ്വന്തം മനസ്സ് ജയിക്കണം. ആ മനസ്സ് ജയിക്കുന്ന നിമിഷം ബാഹ്യലോകത്തെ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാനാകില്ല. ഈ 12 നിയമങ്ങളിൽ ഏത് പോയിന്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാനായതെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഒരൊറ്റ കമന്റ് ഈ ചാനൽ വളരാൻ ഒരുപാട് സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപക്ഷെ ഇന്ന് ഈ വീഡിയോ ഏറ്റവും ആവശ്യമുള്ളത് ആ ആൾക്കായിരിക്കും. ഇതുപോലെ ജീവിതം മാറ്റുന്ന ഉൾക്കാഴ്ചകൾക്കായി സീക്രട്ട് വിസ്ഡം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുക, ഒരു വീഡിയോ പോലും നഷ്ടപ്പെടാതിരിക്കാൻ. നന്ദി കൂട്ടുകാരെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.